ക്രിസ്റ്റഫർ നോളൻ്റെ ദി ഒഡീസി. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ ഒരു സാധാരണ മിത്തോളജി സിനിമയല്ല. അതായത് ഇത് ഹോമറിൻ്റെ ഒഡീസി അല്ല, മറിച്ച് ഹോമറിൻ്റെ ഒഡീസിയെ ക്രിസ്റ്റഫർ നോളൻ തൻ്റെ രീതിയിലേക്ക് മാറ്റി തയ്യാറാക്കിയ ഒരു സിനിമയാണ്. ഹോമറിൻ്റെ ഒഡീസി വായിക്കുകയോ കേൾക്കുകയോ ചെയ്തവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ CGI കാഴ്ചകളും ദൈവങ്ങളുടെ അത്ഭുത ശക്തികളും നിറഞ്ഞൊരു ഫാൻറ്റസി സിനിമയല്ല ഇത്. സിനിമയുടെ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. തുടക്കം മുതൽ വലിയ മാസ് മൊമെൻറ്റുകളോ യുദ്ധരംഗങ്ങളോ കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമ അധികം ശ്രമിക്കുന്നില്ല. വളരെ പതുക്കെയാണ് സിനിമ അതിൻ്റെ ലോകവും കഥാപാത്രങ്ങളെയും സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലെ തുടക്കം ചിലർക്കല്പം സ്ലോ ആയി തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ സിനിമയുടെ ഉദ്ദേശം പിന്നീട് വ്യക്തമാകുമ്പോൾ ആ തുടക്കത്തിനൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നും. കഥ പറയുന്ന രീതിയാണ് സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്ന്. നോളൻ്റെ പതിവ് ശൈലിയിലുള്ള നോൺ ലീനിയർ നരേറ്റീവ് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഒറിജിനൽ ഹോമറിൻ്റെ ഒഡീസിയും നോൺ ലീനിയർ നരേറ്റീവ് തന്നെയായിരുന്നു. ഒന്നിലധികം ടൈം ലൈനുകളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആദ്യ പകുതിയിൽ ചിലപ്പോൾ എന്താണ് ആദ്യം സംഭവിക്കുന്നത്, എന്താണ് പിന്നീട് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ എന്നൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടാകാം. എന്നാൽ സിനിമയുടെ അവസാനത്തോടെ ഈ ടൈം ലൈനുകൾ ഒന്നിച്ചു ചേരുകയും മുഴുവൻ ചിത്രം കൂടുതൽ വ്യക്തമായി മാറുകയും ചെയ്യുന്നു. അതായത് ഈ സിനിമ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ്. സംഭാഷണങ്ങൾ കേൾക്കാതെ വെറും ദൃശ്യങ്ങൾ മാത്രം നോക്കി കഥ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഈ സിനിമ കാണുന്നതിന് മുൻപ് ഒഡീസിയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവം കൂടുതൽ മികച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഹോമറിൻ്റെ ഒഡീസിയുടെ ഒരു മലയാള നരേഷൻ ഒരു കഥ പറയുന്ന ശൈലിയിൽ ചാനലിലുണ്ട്. സിനിമ കാണുന്നവർക്ക് ഇതിന് അടിത്തറയിടാൻ സഹായിക്കും. സിനിമയിൽ സംഭവങ്ങൾ നോൺ ലീനിയർ ആയിട്ടാണ് പറയുന്നത്, പക്ഷേ ഈ വീഡിയോയിൽ കഥയുടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് കഥ പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ യൂട്യൂബ് വീഡിയോയിൽ ഉള്ളത് ഹോമറിൻ്റെ ഒഡീസിയാണ്. സിനിമയിൽ ഇതിലെ പല മിത്തോളജിക്കൽ സന്ദർഭങ്ങളും കാണാൻ കഴിയില്ല. സിനിമ പല കാര്യങ്ങളും സംഭാഷണങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകന് കുറച്ച് മുൻപരിചയം ഉണ്ടെന്നാണ് സിനിമ കരുതുന്നത്. അതുകൊണ്ട് ആദ്യമായി ഈ കഥ പരിചയപ്പെടുന്നവർക്ക് ചില കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ബന്ധിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം നോളൻ സ്വീകരിച്ച ഗ്രൗണ്ടഡ് അപ്രോച്ചാണ്. ഹോമറിൻ്റെ കഥയിൽ നിരവധി ദൈവങ്ങളും അത്ഭുത സംഭവങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അതെല്ലാം വളരെ നിയന്ത്രിതമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ ദൈവിക ശക്തികൾ കൊണ്ട് നിറഞ്ഞൊരു ഫാൻറ്റസി ലോകമല്ല കാണിക്കുന്നത്. പകരം മനുഷ്യൻ്റെ അനുഭവങ്ങളെയും വികാരങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകമാണ്. ഉദാഹരണത്തിന് ഹോമറിൻ്റെ കഥയിൽ മായാജാലമായി അവതരിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഇവിടെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മിത്തോളജിക്കൽ ഫാൻറ്റസി എന്നതിനേക്കാൾ ഒരു ഫാൻറ്റസി ഡ്രാമ കാണുന്ന അനുഭവമാണ് പലപ്പോഴും നൽകിയത്. ഇടയ്ക്കൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സർവൈവൽ മൂഡും ഉണ്ടായിരുന്നു. മാറ്റ് ഡാമൺ അവതരിപ്പിച്ച ഒഡീസിയസ് എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഹീറോ ഒന്നുമല്ല. യുദ്ധം ജയിച്ച ഒരു മനുഷ്യൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് സിനിമ കൂടുതൽ കാണിക്കുന്നത്. ട്രോജൻ ഹോഴ്സ് ഉപയോഗിച്ച് ട്രോയ് കീഴടക്കിയ നിമിഷം മുതൽ ആ തീരുമാനത്തിൻ്റെ ഭാരം അദ്ദേഹത്തിൻ്റെ മുഖത്തും പെരുമാറ്റത്തിലും കാണാൻ സാധിക്കും. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ കുറ്റബോധവും ആശങ്കയും കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വിജയ കഥയല്ല, മറിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക യാത്രയാണ്. പ്രകടനങ്ങളുടെ കാര്യത്തിൽ മാറ്റ് ഡാമൺ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആൻ ഹാത്തവേയും ടോം ഹോളണ്ടും അവരുടെ കഥാപാത്രങ്ങളെ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ സിനിമയ്ക്ക് ആവശ്യമായ ഇമോഷണൽ സ്ട്രെങ്ത് തരുന്നുണ്ട്. രണ്ടാമത്തെ പകുതിയിലേക്ക് എത്തുമ്പോഴാണ് സിനിമയുടെ ഇമോഷണൽ വശം കൂടുതൽ ശക്തമാകുന്നത്. വീട്ടിലെത്താനുള്ള ആഗ്രഹവും കുടുംബത്തെ വീണ്ടും കാണാനുള്ള ആകാംക്ഷയും സിനിമയെ വെറും ആക്ഷൻ ചിത്രത്തിൽ നിന്ന് കൂടുതൽ വൈകാരികമായ അനുഭവമാക്കി മാറ്റുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സിനിമ വലിയ നിരാശ നൽകുന്നില്ല. ട്രോയ് യുദ്ധത്തിലെ രംഗങ്ങളും അവസാന ഭാഗത്തെ ഇത്താക്കയിലെ പോരാട്ടവും വളരെ മികച്ച രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഏറ്റുമുട്ടൽ സിനിമയുടെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്നാണ്. ആക്ഷൻ അതിശയോക്തിപരമല്ല, റിയലിസ്റ്റിക് ആണ്. അതുകൊണ്ട് ഓരോ ഏറ്റുമുട്ടലിനും കൂടുതൽ വിശ്വാസ്യത അനുഭവപ്പെടും. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് വളരെ മികച്ചതാണ്. സിനിമാറ്റോഗ്രഫിയൊക്കെ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും അധികം പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ, നോളനാണ്. വലിയ ലോങ് ഷോട്ടുകളും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ അടുപ്പത്തിൽ കാണിക്കുന്ന ക്ലോസപ്പുകളും വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. സമുദ്രയാത്രയുടെ സ്കെയിൽ, യുദ്ധത്തിൻ്റെ വ്യാപ്തി, പ്രകൃതി ദൃശ്യങ്ങൾ ഇവയെല്ലാം വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി കൂടുതൽ അനുഭവപ്പെടും. ചില രംഗങ്ങളിൽ എഡിറ്റിങ്ങിൻ്റെ രീതി മൂലം സംഭവങ്ങൾ വ്യക്തമായി പിന്തുടരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും മൊത്തത്തിൽ ദൃശ്യാനുഭവം സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ്. സംഗീതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കുറവ് അനുഭവപ്പെട്ടു. ആക്ഷൻ രംഗങ്ങളിലും കഥാപാത്രങ്ങളുടെ എലിവേഷൻ രംഗങ്ങളിലും പശ്ചാത്തല സംഗീതം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വികാരപരമായ പല രംഗങ്ങളിലും സംഗീതം വളരെ മിനിമലായി ഉപയോഗിച്ചതിനാൽ ചിലപ്പോൾ നിശബ്ദതയാണ് കൂടുതൽ അനുഭവപ്പെട്ടത്. സിനിമ കഴിഞ്ഞിറങ്ങിയ ശേഷവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിഗ്നേച്ചർ മ്യൂസിക്കൽ പീസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പുരാതന ഗ്രീക്ക് പശ്ചാത്തലത്തിന് അനുയോജ്യമായ പരമ്പരാഗത ശബ്ദങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നി.
എന്നാൽ സിനിമയുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ അഡാപ്റ്റേഷനാണ്. ഇത് ഹോമറിൻ്റെ ഒഡീസിയുടെ നേരിട്ടുള്ള സിനിമാവിഷ്കാരമല്ല. നോളൻ തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കഥയെ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ കഥയിലെ പ്രധാന സംഭവങ്ങളും ചില പ്രധാന ദൈവിക കഥാപാത്രങ്ങളും സിനിമയിൽ ഇല്ലാതെയോ വളരെ ചുരുക്കമായോ തോന്നാം. അതുകൊണ്ട് പുസ്തകത്തോട് പൂർണ്ണ വിശ്വസ്തത പ്രതീക്ഷിച്ചാൽ ചില നിരാശകളുണ്ടാകാം. പിന്നെ ഹോമർ ഒരു അന്ധകവിയായിരുന്നു. ഹോമർ പാടി നടന്ന ഒഡീസി ആരൊക്കെയോ ചേർന്ന് എഴുതിയെന്നും പിന്നീട് ബുക്കുകളായെന്നതുമാണ് ചരിത്രം. അപ്പോൾ വ്യത്യസ്തമായ അഡാപ്റ്റേഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ്റെ വ്യക്തിപരമായ വ്യാഖ്യാനം എന്ന നിലയിൽ സമീപിച്ചാൽ സിനിമ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. ദി ഒഡീസി എന്ന സിനിമ എനിക്കൊരു വമ്പൻ മിത്തോളജി സ്പെക്ടക്കിളായി തോന്നിയില്ല. മറിച്ച് യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദീർഘവും കഠിനവുമായ യാത്രയെക്കുറിച്ചുള്ള സിനിമയായാണ് അനുഭവപ്പെട്ടത്. അതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ, വലിയ സ്ക്രീനിൽ മികച്ച ദൃശ്യാനുഭവം ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒന്നാണ്. എന്നാൽ ഹോമറിൻ്റെ ഒഡീസിയുടെ ഓരോ സംഭവവും അതേപടി കാണാനാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതൊരു ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ എന്നതിനേക്കാൾ ക്രിസ്റ്റഫർ നോളൻസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഒഡീസി ആണെന്ന് മനസ്സിലാക്കി സിനിമ കാണുന്നതാണ് നല്ലത്. മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ദി ഒഡീസി പൂർണ്ണമായ ഒരു അഡാപ്റ്റേഷൻ അല്ല, പക്ഷേ ശക്തമായ ദൃശ്യഭംഗിയും മികച്ച പ്രകടനങ്ങളും വികാരം നിറഞ്ഞ മനുഷ്യകഥയും കൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നോളൻ സിനിമയാണ്. പിന്നെ ഞാൻ ഒഡീസി സിനിമ കാണാൻ പോയത് ഒരു മിത്തോളജിക്കൽ അഡാപ്റ്റേഷനും അതിനനുസരിച്ചുള്ള വലിയ സ്കെയിലിലെ വിഷ്വൽസൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ആസ്വദിക്കാൻ കഴിഞ്ഞു. അതിന് കാരണം എനിക്ക് ഒഡീസിയിലെ കഥാപാത്രങ്ങളെയും ഈ കഥയിൽ അവരുടെ പ്രാധാന്യവും നേരത്തെ അറിയാമായിരുന്നതുകൊണ്ട് കൂടിയാണ്. സിനിമയ്ക്ക് പോകുന്നവർ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പോവുക. അല്ലെങ്കിൽ സിയൂസ്, പൊസൈഡൻ, അഥീന, ഹേഡിസ്, ഹീലിയോസ് ഒക്കെ ആരാണെന്ന് മനസ്സിലാവില്ല. നമ്മൾക്കൊക്കെ മഹാഭാരതവും രാമായണവും ഒക്കെ അറിയാമല്ലോ. എന്നാലും ഒരു സിനിമ വന്നാൽ നമ്മൾ കാണാൻ പോകും. അതുപോലെ ഒഡീസി കാണാൻ പോകുമ്പോൾ കഥാപാത്രങ്ങളെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു എപ്പിക് മിത്തോളജിക്കൽ സിനിമയല്ല, ഇതൊരു എപ്പിക് ഫാൻറ്റസി സിനിമയാണ്. ഇടയ്ക്കൊരു ഹിസ്റ്റോറിക്കൽ ടച്ചും തോന്നി. പ്രാക്ടിക്കൽ എഫക്റ്റിനെ പൂർണ്ണമായും ആശ്രയിച്ച് സിനിമ ചെയ്യുന്ന ഒരാൾ VFXനെയും CGIയെയും ഒഴിവാക്കാൻ വേണ്ടി എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം അത്തരം രംഗങ്ങൾ കഥയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അതാണ് ക്രിസ്റ്റഫർ നോളൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. യുദ്ധരംഗങ്ങളിലെ വയലൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് A സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക്. പിന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ഇതിലുള്ളതായി എനിക്ക് തോന്നിയില്ല. ഡയലോഗുകൾ ശ്രദ്ധിക്കുക, രംഗങ്ങൾ ആസ്വദിക്കുക. അവസാനമായി ഹോമറിൻ്റെ ഒഡീസിയുടെ നല്ലൊരു മിത്തോളജിക്കൽ അഡാപ്റ്റേഷൻ സിനിമയ്ക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഒരു ലോർഡ് ഓഫ് ദ റിങ്സ് ലെവലിൽ എന്നെങ്കിലും ഒരു സിനിമ ഉണ്ടാകുമായിരിക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.